بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا വർസുഖ്നാ ഇൽമൻ നാഫിഅൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കന്മാരോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നാം ചെയ്യേണ്ടത് അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ചരിത്ര ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതൽ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് പൂർത്തീകരിച്ച് ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പിന് ശേഷം മലക്കുകളുമായിട്ടുള്ള സംഭാഷണവും തത്ഫലമായി അവസാനം ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായും ഖുർആന്റെ ആയാത്തുകളിലൂടെയും സഹീഹായ ഹദീസുകളിലൂടെയുമാണ് നാം സഞ്ചരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പ് പൂർത്തീകരിച്ചു. മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഇൽമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് കൽപ്പിക്കാൻ, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം. അല്ലാഹു പറയാണ്, നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഇസ്ജുദൂ ലി ആദം, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ പിറകിലുള്ള ഹിക്മത്ത് അല്ലാഹുവിനറിയാം. എന്തിനാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് അതന്വേഷിക്കേണ്ട ആവശ്യം നമുക്കില്ല. അല്ലാഹു പറയാം, ഞാൻ ആദമിന് വേണ്ടി മലക്കുകളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഫസജദു, അവരൊക്കെ സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി, മലക്കുകളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, അവരെല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ട ആളാണ്. ഫഫസഖ അൻ അംരി റബ്ബി, തൻ്റെ റബ്ബിൻ്റെ കൽപ്പനക്ക് അവൻ എതിര് കാണിച്ചു, ധിക്കാരം കാണിച്ചു. ഇവിടെ മലക്കുകളോട് അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അവരെല്ലാം സുജൂദ് ചെയ്തു. എന്ത് ചെയ്തു? ഇബ്ലീസ് മാറിയിരുന്നു. എന്നിട്ട് അല്ലാഹു പരിചയപ്പെടുത്താണ്, കാന മിനൽ ജിന്നി, ഇബ്ലീസ് ആരിൽപ്പെട്ട ആളാണ്? ജിന്നിൽപ്പെട്ട ആളാണ്. ആ ഇബ്ലീസിനെ സംബന്ധിച്ച് തഫ്സീറിന്റെ കിതാബുകളിൽ ധാരാളം അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. ഈ ജിന്നിൽപ്പെട്ട ഇബ്ലീസ് എങ്ങനെ മലക്കുകളുടെ കൂടെയായി? പല അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട രണ്ട് അഭിപ്രായങ്ങൾ, ഒന്ന്, ഈ ജിന്ന് എന്നത് മലക്കുകളിൽപ്പെട്ട ഒരു വിഭാഗത്തെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്. രണ്ടാമത്തെ അഭിപ്രായം, അന്ന് ഭൂമിയിൽ ജിന്ന് എന്നൊരു വർഗം ജീവിച്ചിരുന്നു. അവർ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് മലക്കുകളെ നിയോഗിച്ചു. മലക്കുകൾ വന്ന് അവർ ഒന്നടങ്കം നശിപ്പിച്ചു. അതിൽ ചെറിയ കുട്ടിയായി ബാക്കിയായ അസാസീൽ എന്ന ആ ജിന്നിനെ മലക്കുകൾ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് മലക്കുകൾക്കിടയിൽ ആ ജിന്ന് വളർന്നു.
അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളാണ് പ്രബലമായിട്ട് കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഇമാം അൽ അമീൻ ഷൻഖീത്തി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അദ്വാഉൽ ബയാൻ എന്ന തഫ്സീറിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചു. അദ്ദേഹം അവസാനം പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു കാന മിനൽ ജിന്നി എന്ന് പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ സഹീഹായ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്താനെ സംബന്ധിച്ചും ഇബ്ലീസിനെ സംബന്ധിച്ചും പരിചയപ്പെടുത്തി. അതിൻ്റെ അപ്പുറം സഹീഹായ ഒരു ഹദീസിലോ ഖുർആന്റെ ആയാത്തിലോ അവൻ എവിടുന്നാണ് എങ്ങനെയാണ് എന്ന് സഹീഹായി നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ എന്താണ്? ഇസ്രായേലിയാത്താണ്, അഥവാ മുൻകാല സമുദായക്കാരെ ഇങ്ങനെ ഉദ്ധരിച്ചു വന്ന കാര്യങ്ങളാണ്. സഹീഹായി പ്രബലമായി സ്ഥിരപ്പെട്ട ഒരു കാര്യം നമുക്കതിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിൽക്കുന്നു. എന്ത്? ഖുർആൻ പറഞ്ഞെടുത്ത്, സഹീഹായ ഹദീസ് പറഞ്ഞെടുത്ത്. അതിൻ്റെ അപ്പുറം ആലോചിക്കാനോ ചിന്തിക്കാനോ അത് ഗവേഷണം നടത്താനോ കണ്ടെത്താനോ നമ്മൾ കൽപ്പിക്കപ്പെട്ടവരല്ല. നമ്മുടെ ഈമാനുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല. ജിന്നുകളിൽപ്പെട്ട ഒരു ആളാണ് ആര്? ഇബ്ലീസ് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അള്ളാഹു പരിചയപ്പെടുത്തി കാന മിനൽ ജിന്നി, അവൻ ജിന്നിൽപ്പെട്ട ആളാണ്. അവൻ സുജൂദ് ചെയ്തില്ല, മാറി നിന്നു. പിന്നെ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാൻ ഖുർആനിൽ പല ഭാഗങ്ങളിലായിട്ട് ഈ ഒരു രംഗം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. എന്തിന്? നമുക്ക് വലിയ ഗുണപാടുണ്ട് അതിൽ. ആ ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ മാറി നിന്നു. അടുത്ത ആയത്തിൽ അത് അതിന്റെ കാരണം പറയാൻ, ഇല്ല ഇബ്ലീസ അബ, ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും സുജൂദ് ചെയ്തു. അബ, അവൻ വിസമ്മതിച്ചു. ഇസ്തക്ബറ വസ്തക്ബറ, അവൻ വിസമ്മതിക്കാൻ കാരണം അവൻ അഹങ്കരിച്ചു. വകാന മിനൽ കാഫിരീൻ, അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം പ്രകടിപ്പിച്ചവൻ കാഫിറായി. മറ്റൊരു ആയത്തിൽ സൂറത്തുൽ അഅറാഫിന്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ, ഫസജദു ഇല്ലാ ഇബ്ലീസ ലം യകും മിനസ് സാജിദീൻ, എല്ലാവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇബ്ലീസ് അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം കാണിച്ചു. കാരണം കിബറായിരുന്നു, അഹങ്കാരമായിരുന്നു. കിബർ എന്ന് പറഞ്ഞാൽ അറബിയിൽ കിബർ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് രീതിയിലാണ് പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. ബത്തറുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ അംഗീകരിക്കാതിരിക്കുക. അഹങ്കാരമുള്ളവർ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും സത്യം അംഗീകരിക്കൂല, മക്കത്തെ മുശ്രിക്കുകളെ പോലെ. വഗംതുൻ നാസി, ജനങ്ങളെല്ലാവരും എൻ്റെ താഴെയാണ് എന്ന വിചാരം, എല്ലാവർക്കും മേലെയാണ് ഞാൻ, എല്ലാവരും എൻ്റെ കീഴിലാണ് എന്ന വിചാരം. ഈ രണ്ട് വിചാരമാണ് കിബർ എന്ന് പറഞ്ഞാൽ. അത് ഇബ്ലീസിനെ പിടികൂടി. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അബ വസ്തക്ബറ, അത് തന്നെ പറയാണ് സുജൂദ് ചെയ്യാതിരിക്കാൻ കാരണം കിബറാണ്. അഥവാ ഈ അഹങ്കാരികൾക്ക്, കിബറുകൾ ഉള്ള ആൾക്ക് എന്തില്ല? ഹക്ക് അംഗീകരിക്കാൻ, സത്യം അംഗീകരിക്കാൻ വലിയ പ്രയാസമായിരിക്കും. പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നാം ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ പറ്റും. സത്യം ബോധ്യപ്പെടും, പക്ഷെ അത് അംഗീകരിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. ഞാനല്ലാത്ത ഒരാൾക്ക് ഈ സത്യം, ഹക്ക് എങ്ങനെ കിട്ടി, എന്നെക്കാൾ മുമ്പേ തന്നെ കിട്ടി എന്നുള്ളൊരു ദുർവാശിയാണത്. ഇപ്പൊ നമ്മളെക്കാൾ താഴ്ന്ന ആളായിരിക്കും ജോലിയിലും സമ്പത്തിലും കുടുംബത്തിലും സമൂഹത്തിലും നമ്മളെക്കാൾ താഴ്ന്ന ആളായിരിക്കും. പക്ഷെ അവന് മുമ്പേ ഹിദായത്ത് ഉണ്ടാവും, മുമ്പേ ഹക്ക് അവൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടാവും. ആ ഹക്ക് പിന്നീട് നമ്മളിലേക്ക് വരുമ്പോൾ എന്നെക്കാൾ മുമ്പ് ഹക്ക് അവൻ എങ്ങനെ കിട്ടി? ആ ഒരു ദുർവാശി കാരണം ഹക്കിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന എത്രയോ ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും. അബ വസ്തക്ബർ, അതാണ് കിബറിന്റെ അപകടം. വലിയ അപകടമാണ് കിബറിന്റെ. ആ സുജൂദ് ചെയ്യാതെ മാറി നിന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. ഖാല, അല്ലാഹ് പറയാൻ അതേപോലെ അത് വിശദീകരിക്കാൻ അല്ലാഹ് ചോദിക്കുന്ന ഇബ്ലീസ് മറുപടി പറയാണ്. ഖാല യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദയ്യ, ഞാൻ എൻ്റെ രണ്ട് കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ആ വസ്തുവിന് സുജൂദ് ചെയ്യുന്നതിൽ നിന്നും നിന്നെ തടഞ്ഞത് എന്താണ്? അത് ചോദിക്കാൻ, അസ്തക്ബർത അം കുന്ത മിനൽ ആലീൻ, അസ്തക്ബർത, നീ കിബർ കാണിക്കാണോ, നീ അഹങ്കരിക്കുകയാണോ,
അം കുന്ത മിനൽ ആലീൻ, അല്ലെങ്കിൽ നീ വലിയ ഉന്നതനായ ആളാണെന്ന് എന്റെ വിചാരാണോ? അപ്പൊ ഇബ്ലീസ് പറഞ്ഞ മറുപടി അല്ലാഹ് പറയാണ് സൂറത്തുൽ ഹിജ്ർ, അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ ഖൈറാണ്. കണ്ടല്ലോ, ഞാൻ അവനേക്കാൾ വലിയ ആളാണ് സമൂഹത്തിൽ, എന്നിട്ടാണ് ഓൻ എന്നെ പഠിപ്പിക്കാൻ ആണ് ചോദിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾക്ക് ഇത് മുമ്പേ കണ്ടതാണ്, നമ്മൾ ഇതൊക്കെ മുമ്പേ അറിഞ്ഞതാണ്, എന്നിട്ട് ഓൻ എന്നോട് ഇപ്പം പറയുന്നത് അംഗീകരിക്കൂല. കിബറന്മാർ, അഹങ്കാരിയോട് ഒരിക്കലും ഹക്ക് അംഗീകരിക്കൂല. അന ഖൈറും മിൻ, ഞാൻ അവനേക്കാൾ ഖൈറാൻ. ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. കാരണം പറഞ്ഞ എന്താണ്? ഖലഖ്തനി മിൻ നാരിൻ, അല്ലാഹുവേ നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. വഖലഖ്തഹു മിൻ തീൻ, ആദമിനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അതാണ് അഹങ്കാരം. അപ്പൊ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഒരാൾക്ക് തീയിൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും? ഞാൻ അവനേക്കാൾ താഴെയല്ല. സൂറത്തുൽ ആറാഫിലാണ് അല്ലാഹു പറയുന്നത്. സൂറത്തുൽ ഹിജ്റിൽ വീണ്ടും പറയാണ്, ലം അകുൻ ലി അസ്ജുദ ലി ബശരിൻ. ഇബ്ലീസിന്റെ വാക്കാണ്. ലം അകുൻ അസ്ജുദ ലി ബശരിൻ, ഞാൻ ഒരിക്കലും ഒരു മനുഷ്യന് സുജൂദ് ചെയ്യൂല. മിൻ ഖലഖ്തഹു മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. ജിബ്രീലിന്റെ വാദാണ്, ജിബ്രീൽ ഇബ്ലീസിന്റെ. ഞാൻ ഒരിക്കലും ഒരു മനുഷ്യന് സുജൂദ് ചെയ്യൂല, കാരണം നീ ആ മനുഷ്യനെ സൃഷ്ടിച്ചത് മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, ഇങ്ങനെ കുഴച്ചുണ്ടാക്കിയ, കൊട്ടിയാൽ ശബ്ദം ഉണ്ടാകുന്ന കളിമണ്ണിൽ നിന്നാണ് നീ അവനെ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള ആളെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യൂല, ഞാൻ അവനേക്കാൾ താഴെയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ്. വഖുലിഖത്തിൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത് തീനാളത്തിൽ നിന്നാണ്. അഥവാ തീയുടെ അവസാന ഭാഗം ഉണ്ടല്ലോ, കത്തിജ്വലിക്കുന്ന തീയുടെ അവസാന നാളം, അതിൽ നിന്നാണ് ജിന്നുകളെ സൃഷ്ടിച്ചത്. വഖുലിഖ ആദമു മിമ്മാ ഉസിഫ ലക്കും, റസൂൽ പറയാൻ, ഞാൻ നിങ്ങൾക്ക് മുമ്പ് വിശദീകരിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ചത്, അഥവാ മണ്ണിൽ നിന്നുമാണ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. അപ്പൊ ആ ഒരു അഹങ്കാരമാണ് ഇബ്ലീസ് അവിടെ കാണിച്ചത്. അത് വ്യക്തമായിട്ട് അല്ലാഹുവോട് പറയുകയും ചെയ്തു, ഞാൻ അവനേക്കാൾ ഖൈറാണ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അഹങ്കാരത്തിന്റെ ശിക്ഷ വിധിക്കാണ്. സൂറത്തുൽ അറാഫിലെ 13-ാമത്തെ ആയത്ത്, ഖാല, അല്ലാഹു പറയാണ് ഇബ്ലീസിനോട്, ഫഹ്ബിത് മിൻഹാ, ആ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിക്കോ. ഇഹ്ബിത്, ഇറങ്ങാൻ പറഞ്ഞു. ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ, അവിടെ നിനക്ക് അഹങ്കരിക്കാൻ ഒരു അവസരമില്ല. സ്വർഗത്തിൽ അഹങ്കരിക്കാൻ നിനക്ക് അധികാരമില്ല. ഫഖ്റുജ്, പുറത്തു പോവുക. ഇന്നക മിനസ് സാഗിരീൻ, ഖിയാമത്ത് നാൾ വരെ നീ നിന്ദിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പുറത്താക്കി. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദം നബി അലൈഹിസ്സലാമിനെയും അള്ളാഹു എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. നമ്മൾ വിശാദം അവിടത്തേക്ക് എത്തുന്നുണ്ട് ചരിത്രം. ഇബ്ലീസിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. രണ്ടാൾക്കാരെ ഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം നിരോധിച്ചൊരു കാര്യം ചെയ്തു, നിരോധിക്കപ്പെട്ടൊരു കാര്യം ചെയ്തു. ഇബ്ലീസ് ചെയ്തതോ കൽപ്പിക്കപ്പെട്ടൊരു കാര്യം ഉപേക്ഷിച്ചു. ഈ രണ്ട് സംഭവങ്ങൾ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയാൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവം കൂടിയത് അള്ളാഹു കൽപ്പിച്ച കാര്യത്തെ ചെയ്യലാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കലാണ്. അത് അള്ളാഹ്ക്ക് ദേഷ്യം കൂടുതൽ. കൽപ്പിച്ച കാര്യം അനുസരണക്കേട് കാണിക്കുക, കൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കുക. ഇപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, കൽപ്പിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പം അള്ളാഹിനെ പേടിക്കണം. അള്ളാഹ്ക്ക് എന്ത് ചെയ്യും? ദേഷ്യം കൂടും. നിഷേധിച്ച കാര്യം, നിരോധിച്ച കാര്യം, അത് മറ്റേതിനേക്കാൾ താഴെയാണ്. അതും അള്ളാഹ്ക്ക് കോപം ഉണ്ടാക്കുന്നതാണ്, പക്ഷെ മറ്റേതിനേക്കാൾ താഴെയാണ്. അതാണ് ആദം നബി അലൈഹിസ്സലാം ചെയ്തത്. പക്ഷെ രണ്ടാൾക്കാർ തെറ്റ് ചെയ്തു. ഇബ്ലീസിനാണ് ശിക്ഷ കടുപ്പായത്. ഇബ്ലീസിന് ശിക്ഷ കടുപ്പാൻ കാരണം ഇബ്ലീസ് ചെയ്തത് എന്താണ്? അള്ളാഹു കൽപ്പിച്ച കാര്യം ചെയ്യാതിരുന്നു. അപ്പൊ അതാണ് ഗൗരവം കൂടുതൽ. അപ്പൊ അള്ളാഹു അങ്ങനെ ആട്ടി പുറത്താക്കി. അപ്പൊ പിശാച് പറയാണ്, ആ സമയത്തും ആ അഹങ്കാരം മനസ്സിൽ നിന്ന് പോയിട്ടില്ല.
അവൻ പറയാണ് ഈ അഹങ്കാരികളുടെ സ്വഭാവം എങ്ങനെയാണ് വിശദീകരിക്കാം. അള്ളാഹുവോട് പറയുന്ന മറുപടി എന്താ അറിയോ? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം. ആദം നബി അലൈഹിസ്സലാം മുമ്പിൽ സുജൂദ് ചെയ്തില്ല. ആ കാരണത്താൽ ഇബ്ലീസിന് ഉന്നതമായ സ്ഥാനം നഷ്ടമായി. അള്ളാഹു ശത്രുവായി പ്രഖ്യാപിച്ചു, സ്വർഗത്തിൽ നിന്നും ആട്ടിവിട്ടു. ആ ഒരു ദേഷ്യം അന്ന് മുതൽ ഇബ്ലീസിന്റെ മനസ്സിലുണ്ട് ആദം സന്തതികളോട്, മനുഷ്യരോട്. അപ്പം പ്രകടിപ്പിച്ചു ആ ദേഷ്യം. ഖാല ഫബിമാ അഗ്വൈതനി, അല്ലാഹുവേ നീ എന്നെ വിദൂരമാക്കി, അല്ലാഹുവേ നീ എന്നെ വിദൂരമാക്കി, അതുകൊണ്ട് തന്നെ ലഅഖുദന്ന ലഹും, ഞാൻ അവർക്ക് പോയി ഇരിക്കും, സിറാതകൽ മുസ്തഖീം, നിന്റെ നേരായ മാർഗത്തിൽ അവർക്ക് മുമ്പിൽ ഞാൻ ചെന്നിരിക്കും. ആ ദേഷ്യം തീർക്കാണ് ഇബ്ലീസ്. നമ്മളൊക്കെ എന്ത് ചെയ്തു? ആ ദേഷ്യത്തിൽ ഇബ്ലീസിനെ കൂടെ കൂടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ദേഷ്യം അന്ന് ഇബ്ലീസ് അള്ളാഹുവോട് തീർക്കാണ്. അള്ളാഹുവെ നീ എന്നെ ആട്ടി പുറത്താക്കിയല്ലോ ആദമിന്റെ പേരിൽ, ആദമിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ. അതിന്റെ ആ ദേഷ്യം തീർക്കുന്നത് ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം, നിന്റെ നേരായ മാർഗത്തിൽ അവർക്ക് മുമ്പിൽ ഞാൻ ചെന്നിരിക്കും. സുമ്മ ലആതിയന്നഹും, പിന്നെ ഞാൻ അവരെ സമീപിക്കും, ആദമിന്റെ സന്തതികളോട് അവരെ ഞാൻ സമീപിക്കും. മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം, അവരുടെ മുമ്പിലെയും പിറകിലെയും വലതിലെയും ഇടതിലെയും ഏത് ഭാഗത്തൂടെ ഞാൻ അവരെ സമീപിക്കും. അഥവാ നമുക്ക് ചുറ്റും വല വിരിച്ചിരിക്കുകയാണ് പിശാച്. എന്തിന്? ആ ദേഷ്യം തീർക്കാൻ. എങ്ങനെയെങ്കിലും നമ്മൾ വഴിതെറ്റിക്കണം. എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം അവനും കിട്ടരുത് എന്ന വാശി. ചില ആൾക്കാർ കാണുമല്ലോ, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഓർക്കും വേണ്ട, അത്രയും കടുപ്പപ്പെട്ട സ്വഭാവം. അതാണ് പിശാചിന്റെ സ്വഭാവം, ഇബ്ലീസിന്റെ സ്വഭാവം. എനിക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് കിട്ടാതിരുന്ന നഷ്ടപ്പെട്ട ആ സൗഭാഗ്യം ആദമിന്റെ മക്കൾക്കും കിട്ടരുത്. അതിനെന്ത് ചെയ്യും? എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും. അന്ന് അള്ളാഹുവിനോട് പറഞ്ഞ വാക്കാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? പോയി നമ്മൾ അള്ളാഹിനെ മറന്നു. അള്ളാഹിന്റെ ശത്രു അന്ന് അള്ളാഹിനെ വെല്ലുവിളിച്ചവന്റെ കൂടെ നമ്മൾ സുഖമായിട്ട് അവന്റെ കൂടെ പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയ ആ അവസ്ഥ, രംഗം. വളരെ കരുതിയിരിക്കണം പിശാചിന്, അവന്റെ തന്ത്രങ്ങളെ. അതിനല്ല പറയാണ്. അടുത്ത വാക്ക് ശരിക്കും ശ്രദ്ധിച്ചോ. പിശാച് അള്ളാഹിനെ വെല്ലുവിളിച്ചതാണ്. നീ എന്നെ പുറത്താക്കിയില്ലേ, ഞാൻ എന്ത് ചെയ്യും? നിന്റെ അടിമയുടെ ആദമിന്റെ മക്കളുടെ 4 ഭാഗത്ത് ഞാൻ അവരെ സമീപിക്കും. എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യും നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും അവരെ തെറ്റിക്കാൻ. അതിനല്ല കൊടുത്ത മറുപടി ശ്രദ്ധിച്ചോ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ആലോചിക്കേണ്ട മറുപടിയാണ്. അല്ലാഹു പിശാചിനോടുത്ത മറുപടിയാണ്. ഇന്ന ഇബാദി, എൻ്റെ അടിമകൾ. അല്ലാഹു പറയാണ്, എൻ്റെ അടിമകൾ, ലൈസ ലക അലൈഹിം സുൽത്താനുൻ, അവരുടെ മേൽ നിനക്ക് യാതൊരു സ്വാധീനം ഉണ്ടാവൂല. അള്ളാഹുവിലേക്ക് ചേർത്തിട്ട് പറയാണ്, ഇന്ന ഇബാദി, എൻ്റെ മുത്തഖീങ്ങളായ അടിമകൾ, അവരുടെ മേൽ നിനക്ക് യാതൊരു സ്വാധീനവും ഉണ്ടാകൂല. ഇല്ലാ മൻ ഇത്തബഅക, നിന്നെ പിൻപറ്റിയവൻ ഒഴികെ, മിനൽ ഗാവീൻ, വഴികേടിലായിട്ട് നിന്നെ പിൻപറ്റിയവൻ ഒഴികെ എൻ്റെ യഥാർത്ഥ അടിമകളിൽ നിനക്ക് യാതൊരു സ്വാധീനവും ഉണ്ടാവൂല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഏത് ഗണത്തിൽ പെടും? അല്ലാഹു ആദ്യം പറഞ്ഞ മുത്തഖീങ്ങൾ അടിമകളാണോ, അതല്ല പിശാചിനെ പിൻപറ്റിയവരാണോ? അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ജീവിതം സ്വമേധയാ നമ്മൾ നന്നായി പോകും. അന്ന് അള്ളാഹിനോട് വെല്ലുവിളിച്ചതാണ്, അതിന് അള്ളാഹ് നൽകിയ മറുപടിയാണ്. അങ്ങനെ ആ സംഭാഷണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ശത്രുവിനെ പരിചയപ്പെടുത്താണ് ആദം നബി അലൈഹിസ്സലാമിന്. എന്താ പറഞ്ഞേ? ഫഖുൽന, നാം ആദമിനോട് പറഞ്ഞു. അള്ളാഹു പറയാണ്, ഫഖുൽന, നാം ആദമിനോട് പറഞ്ഞു, യാ ആദം ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക. ആദമേ, ഇത് നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാണ്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അവൻ ഒരിക്കലും നിങ്ങളെ പുറത്താക്കരുത്. നിങ്ങളെ പുറത്താക്കാൻ അവൻ എല്ലാ കളിയും കളിക്കും. അതുകൊണ്ട് ഒരിക്കലും അത് സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഫതഷ്ഖാ, നീ പരാജയപ്പെടും. ആ സന്ദർഭത്തിൽ അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിന് മുന്നറിയിപ്പ് നൽകി ആ ശത്രുവിനെ സംബന്ധിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്ന ശൈത്താന ലക്കും, നമ്മളോട്,
നമ്മളോട് അല്ലാഹു പറയാണ് ആ സംഭവം വിശദീകരിച്ചിട്ട് ഞാൻ അന്ന് ആദമിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ ശത്രുവിനെ സംബന്ധിച്ച്. എന്നിട്ട് പിന്നെ നമ്മളോട് പറയണം ഇന്ന ശൈത്താന ലക്കും, അടിമകളെ, ശൈത്താൻ നിങ്ങൾക്ക് അദുവ്വുൻ, ശത്രുവാണ്. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ, അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ കാണണം, ഒരിക്കലും മിത്രമായി കാണരുത്. അവനെ ശത്രുവായിട്ട് തന്നെ കാണണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവന്റെ കൂട്ടാളികളെ ക്ഷണിക്കുന്നത് നന്മയിലേക്കല്ല, മറിച്ച് ഇവൻക്ക് നഷ്ടപ്പെട്ട ആ സ്വർഗം, ആ നിഅമത്ത്, നഈമ് ഇവൻക്ക് നഷ്ടപ്പെട്ടത് ആദമിന്റെ മക്കൾക്കും ഉണ്ടാകാൻ പാടില്ല. ഇനി ഇവനിക്ക് പകരം അള്ളാഹു എന്താണോ കൊടുക്കുന്നത്, മിൻ അസ്ഹാബിസ് സഈർ, കത്തി ജ്വലിക്കുന്ന നരകമാണ് ഇവനിക്ക് അതാ കിട്ടുന്നത്. അവിടുത്തേക്കാണ് അവൻ അവന്റെ കൂട്ടാളികളെ ക്ഷണിക്കുന്നത് എന്ന് അള്ളാഹ് വളരെ വ്യക്തമായി പറഞ്ഞു തരാം നമുക്ക്. പക്ഷെ നമ്മളെന്തില്ല, ആ അള്ളാന്റെ താക്കീത്, അള്ളാന്റെ മുന്നറിയിപ്പ് ചെവി കൊണ്ടില്ല. നമ്മളെന്ത് ചെയ്തു? പിശാചിന്റെ പുറകെ പോയി, ബിലീസിന്റെ പുറകെ പോയി. പക്ഷെ നാളെ ആഖിറത്തിൽ ആ ബിലീസ് പറയും, അതുള്ള വിശദീകരിച്ചു തരാം. ആഖിറത്തിൽ ബിലീസ് പറയുന്ന വാക്ക് വഖാല ശൈത്താൻ, നിങ്ങൾ എന്നെ വിട്ടിട്ട് റസൂലിന്റെ സുന്നത്ത് വിട്ട് പിശാചിന്റെ ഇബ്ലീസിന്റെ പുറകെ പോയല്ലോ. ആ ഇബ്ലീസ് ശൈത്താൻ പറയുന്ന ആഖിറത്തിൽ ലമ്മാ ഖുദിയൽ അംറു, കാര്യങ്ങളൊക്കെ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, എല്ലാം ഹിസാബും സിറാത്തും മീസാനൊക്കെ കഴിഞ്ഞ് അടിമകൾ അല്ലാഹു രണ്ട് വിഭാഗക്കാരായി തിരിക്കും. അസ്ഹാബുൽ യമീൻ വ അസ്ഹാബുൽ ഷിമാൽ. ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കുമായിട്ട് അള്ളാഹു തീരുമാനം ഉണ്ടാക്കും. ആ സമയത്ത് പിശാച് പറയും ഇന്നല്ലാഹ വഅദക്കും, വളരെ ശ്രദ്ധിച്ചോട്ടോ ജീവിതത്തിൽ, ഇന്നല്ലാഹ വഅദക്കും, പിശാച് അന്ന് പറയും അള്ളാഹു നിങ്ങൾക്ക് കുറെ വാഗ്ദാനങ്ങൾ നൽകി. വഅദൽ ഹഖ്, സത്യസന്ധമായ വാഗ്ദാനങ്ങളായിരുന്നു അത്. വഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാനും നിങ്ങൾക്ക് കുറെ മോഹ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഫഅഖ്ലഫ്തുകും, ഞാൻ അതൊക്കെ ലംഘിക്കുക, ഞാൻ ചെയ്ത വാഗ്ദാനങ്ങളൊക്കെ ഞാൻ ലംഘിക്കുക. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ, നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു സ്വാധീനവും ഉണ്ടായിട്ടില്ല, ഞാൻ നിങ്ങൾ ആരുമല്ല. മറിച്ച് ഇല്ലാ അൻ ദഅൗതുകും ഫസ്തജബ്തും ലി, ഞാൻ നിങ്ങളെ വിളിച്ചു, ഫസ്തജബ്തും ലി, നിങ്ങൾ എന്റെ വിളി കേട്ട് എന്റെ പുറകെ വന്നതല്ലാതെ ഞാനും നിങ്ങളായിട്ട് എന്തില്ല, യാതൊരു ബന്ധവുമില്ല. പിശാച് നാളെ പറയുന്ന വാക്കാണ്. ഫലാ തലൂമൂനി, അതുകൊണ്ട് ഇന്ന് എന്നെ ആക്ഷേപിക്കണ്ട. പിശാച് എന്ന് കൈയൊഴിയും, എല്ലാ കുതന്ത്രങ്ങളും കാണിച്ചു തന്നിട്ട് ഹക്കിൽ നിന്ന് തെറ്റിച്ചിട്ട് എന്ന് പിശാച് പറയും ഫലാ തലൂമൂനി, ഇന്ന് നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട. വലൂമു അൻഫുസകും, നിങ്ങൾ സ്വന്തത്തെ മാത്രം ആക്ഷേപിക്കുക. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ഇന്ന് കഴിയില്ല, നിങ്ങൾക്ക് എന്നെയും സഹായിക്കാൻ കഴിയില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബ്ൽ, മുമ്പ് ഭൂമിയിൽ വെച്ച് നിങ്ങൾ എനിക്ക് ശിർക്ക് ചെയ്തിട്ടുണ്ട്, എന്നെ പങ്കാളിയാക്കിയിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ ഇന്ന് നിഷേധിക്കുന്നു. ഇന്നദ്ദാലിമീന ലഹും അദാബുൻ അലീം, ആര് പറയുന്ന വാക്കാണ്? ശൈത്താൻ പറയുന്ന വാക്കാണ്. ഇന്നദ്ദാലിമീന, ളാലിമീങ്ങൾക്ക്, അതിക്രമകാരികൾക്ക് അവർക്കുണ്ട് ലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട്. അത് എനിക്ക് കിട്ടി, അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങളൊക്കെ എൻ്റെ വേക്കിൽ വന്നു. ഇതാ ഇന്ന് അത് ആസ്വദിക്കുക, പിശാച് കൈവഴി. അപ്പം പ്രിയമുള്ളവരെ, ആ സംഭവം ആദം നബി അലൈഹിസ്സലാമിന്റെ ഈ സംഭവം അള്ളാഹു ഖുർആനിൽ പലയിടങ്ങളിലായിട്ട്, പല സൂറത്തുകളിലായിട്ട്, പല രൂപത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. എന്തിന്? നമ്മൾ ഉൾക്കാഴ്ചയുള്ളവരാകാൻ വേണ്ടിയിട്ട്, നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധയുള്ളവരാകാൻ വേണ്ടിയിട്ട്, പിശാചിന്റെ കെണിയിൽ പെടാതെ. ആദം നബി അലൈഹിസ്സലാമിനോടുള്ള സംഭാഷണം, അതുപോലെ തന്നെ ഇബ്ലീസിനോടുള്ള അള്ളാഹുവിന്റെ സംഭാഷണം എല്ലാം അള്ളാഹു വിശദീകരിക്കണം. അതേപോലെ എന്തിന്? നാം പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനുശേഷം ഇബ്ലീസ് നാട്ടിപ്പായിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെയും ഹവ്വാന്റെ വിശദീകരിക്കാം. ഹവ്വാന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ആദം നബി അലൈഹിസ്സലാമിനെയോടും ഇണയോടും അള്ളാഹു സ്വർഗത്തിൽ താമസിക്കാൻ കൽപ്പിച്ചു. വഖുൽന യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചുകൊള്ളുക. വകുലാ മിൻഹ, അവിടുന്ന് നിങ്ങൾ ഭക്ഷണം തിന്നോണ്ട്. കുല, നിങ്ങൾ രണ്ടാൾക്ക് തിന്നോ. മിൻഹ, ആ സ്വർഗത്തിൽ നിന്ന് റഗദൻ, സുഭിക്ഷമായിട്ട്.
എന്തും തിന്നോ. ഹൈഥു ശിഅ്തുമ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോവാം, ഉദ്ദേശിക്കുന്നത് തിന്നാം. പക്ഷെ ഒറ്റൊരു നിരോധനം, വലാ തഖറബ ഹാദിഹി ഷജറ, ഈ ഒരു മരത്തിന്റെ അടുക്കിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഫതകൂനാ മിനദ്ദാലിമീൻ, അങ്ങനെ ആ മരത്തിലേക്ക് നിങ്ങൾ അടുത്താൽ നിങ്ങൾ ആരാവും? അതിക്രമകാരികളാവും. അങ്ങനെ സ്വർഗത്തിൽ അള്ളാഹു വിട്ടു, ജീവിക്കാൻ വിട്ടു. എന്ത് ചെയ്തു? ഒരു നിരോധനം ഏർപ്പെടുത്തി, ആ മരത്തിന്റെ അടുക്കിലേക്ക് അടുക്കരുത്. തഫ്സീറൊക്കെ നോക്കിയാൽ എന്ത് ചെയ്യാം, ആ മരം ഇന്ന മരാണ്, ഇന്ന കായാണ്, അങ്ങനെ പലതും കാണാൻ കഴിയും. സഹീഹായ ഹദീസിലോ ഖുർആന്റെ ആയത്തിലോ ആ ഒരു മരം എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അതിന്റെ അപ്പുറം അള്ളാഹു പറഞ്ഞിട്ടില്ല, അള്ളാഹിന്റെ റസൂലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളെന്തില്ല, അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ എന്ത് ചെയ്തു? ആദം നബി അലൈഹിസ്സലാമും ഭാര്യ ഹവ്വ അവർ ജീവിക്കണം സ്വർഗത്തിൽ. ഫവസ്വസ ഇലൈഹി ശൈത്താൻ, അതിങ്ങനെ ഓരോ ഘട്ടം വിശദീകരിക്കാൻ. ഫവസ്വസ ഇലൈഹി ശൈത്താൻ, പിശാച് അവരിലേക്ക് വന്നു. അവരിങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഖാല, ഇബ്ലീസ് പറയാണ്, ആദം നബി അലൈഹിസ്സലാമിനെ വഴിതെറ്റിച്ച ആ രംഗമല്ല പറയാണ്. എങ്ങനെയാണ് ഇബ്ലീസ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് അല്ലാഹു പറഞ്ഞത്. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞു, യാ ആദം ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ല, ആദമേ നിനക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അലാ ശജറത്തിൽ ഖുൽദ്, എന്നെന്നും ജീവിക്കാൻ കഴിയുന്നൊരു പഴം. ആ മരത്തിലെ പഴം തിന്നാൽ കലാകാലം നിനക്ക് ജീവിക്കാം. വമുൽകിൻ ലാ യബ്ല, ഒരിക്കലും ഇല്ലാതാകാത്ത അധികാരവും. മനുഷ്യൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. എപ്പോഴും വേണം, അധികാരിയായിട്ട് നിൽക്കണം, ഭരണം വേണം, ഒരിക്കലും ഭരണം നഷ്ടപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ എന്നെന്നും ഇങ്ങനെ സുഭിക്ഷമായി ഭൂമിയിൽ ജീവിക്കാൻ. മരണത്തെ ഭയപ്പെടുന്നവർ മനുഷ്യന്റെ സ്വഭാവമാണ്, മനുഷ്യൻ മരണത്തെ ഭയപ്പെടും. അപ്പൊ ആ രണ്ട് കാര്യങ്ങളെ മോഹിപ്പിക്കണം ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ പിശാച്. അതെവിടെയുണ്ട്? ആ നിരോധിക്കപ്പെട്ട മരത്തിൽ അതുണ്ട്. ആദം നബി അള്ളാഹു പറയാണ്, ഫഅകല മിൻഹ, ആ രണ്ടാൾക്കാരും അതിൽ നിന്നും തിന്നു. ആ തിന്നുന്ന രൂപം, അത് പറിക്കുന്നത്, അതൊക്കെ എന്തുണ്ട്? കുറെ ലൈഫായ ഹദീത്തുകളൊക്കെ നമുക്ക് പല രൂപത്തിലും കാണാൻ കഴിയും. പക്ഷെ സഹീഹായ ഹദീത്തിൽ എന്തില്ല, അതിന്റെ രൂപമൊന്നും പറയപ്പെട്ടിട്ടില്ല. ഖുർആനിലും അല്ലാഹു അത് പറയുന്നില്ല. ഫഅകല, അവർ രണ്ടാൾക്കാർ അത് ഭക്ഷിച്ചു. ഫബദ, അത് ഭക്ഷിക്കുമ്പോഴേക്ക് എന്ത് ചെയ്തു? ഫബദത് ലഹുമാ സൗആതുഹുമാ, അത് തിന്നലോടുകൂടി അവരുടെ രണ്ടാൾക്കാരുടെയും ഔറത്ത് വെളിവായി. ഔറത്ത് വെളിവായതോടുകൂടി സ്വർഗത്തിലുള്ള മറ്റുള്ള വൃക്ഷങ്ങളുടെ ഇലകൾ പറിച്ച് അവർ രണ്ടാൾക്കാരും ഔറത്ത് മറക്കാൻ ആരംഭിച്ചു. ചുറ്റിപ്പിടിച്ച് ഔറത്ത് മറച്ചു. ആദം, അല്ലാഹു പറയാണ്, ഇത്രയൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ട്, മനുഷ്യന്റെ സ്വഭാവട്ടാ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം. ഇത്രയും താക്കീത് നൽകി, ഇത്രയും മുന്നറിയിപ്പ് നൽകിയതാ, ഓരോ കാര്യങ്ങൾ വിശദീകരിച്ചു. പിശാചാണ്, അപകടമാണ്, ഇതാ പല രീതിയിൽ വരും, അതൊക്കെ പറഞ്ഞു. ആദം, ഇത്ര ഉണ്ടായിട്ടും എന്ത് ചെയ്തു? ആദം ധിക്കരിച്ചു. മനുഷ്യന്റെ സ്വഭാവം. എത്ര പ്രാവശ്യം ഉണർത്തി കൊടുത്താലും സൂചിപ്പിച്ചാലും താക്കീത് നൽകാലും മനുഷ്യൻ എന്ത് ചെയ്യും? അതിൽപ്പെടും. ആദമു റബ്ബഹു, ആദം അല്ലാഹുവിനെ ധിക്കരിച്ചു. ഫഗവ, അവൻ തെറ്റിപ്പോയി. നോക്കിയൊന്ന്, നമ്മുടെ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ പറയുന്നു? ഇത്രയും മാത്രം പ്രവാചകന്മാർ വന്നു, താക്കീതുകൾ നൽകി, മുന്നറിയിപ്പ് നൽകി, ഖുർആനിൽ പല രീതിയിലെന്ന് പറഞ്ഞു. ഏതുപോലെ ആദം നബി അലൈഹിസ്സലാമിനോട് അന്ന് അല്ലാഹു ഇബ്ലീസിനെ കാണിച്ചു കൊടുത്തിട്ടാ പറയും, നിന്റെ ശത്രുവാണ്, സൂക്ഷിച്ചോ, നിങ്ങളുടെ ഏത് രീതിയിൽ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ആദമു റബ്ബ, അവസാനം എന്തായി? ആദം നബി അലൈഹിസ്സലാം പിശാചിന്റെ മന്ത്രത്തിൽ വീണു, അള്ളാഹുവിനെ ധിക്കരിച്ചു. അതിൻ്റെ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദം നബി അലൈഹിസ്സലാമിന്റെ ഈ തെറ്റ്, ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രീതി, നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ ചെയ്ത തെറ്റിന് അള്ളാഹുവിന്റെ ഖദറിനെ കൂട്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും ചെയ്താൽ അത് അള്ളാഹിന്റെ ഖദറല്ലേ, അപ്പൊ ഞാൻ ആക്ഷേപിക്കപ്പെടേണ്ട ആളല്ല.
അള്ളാഹു ഞാനത് ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാനത് ചെയ്തു, ഞാൻ ആക്ഷേപിക്കപ്പെടേണ്ട ആളല്ല എന്നൊരു വാദം. അത് ജബരിയാക്കളുടെ വാദമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്നും തെറ്റിപ്പോയ ആൾക്കാരുടെ വാദമാണ്. അൽ ഇഹ്തിജാജു ബിൽ ഖദ്ർ എന്ന് പറയും. ഖദ്ർ കൊണ്ട് തെളിവെടുക്കുക. ഓ ചെയ്ത തെറ്റിന് ഖദ്ർ എന്ത് ചെയ്യുക? തെളിവായിട്ട് പറയാം. എന്തെങ്കിലും ചെയ്യും ആരെങ്കിലും ചോദിച്ചാൽ അത് അള്ളാഹ് തീരുമാനിച്ചതാണ്, എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. ചിലപ്പോഴെങ്കിലും എന്ത് നമുക്കിങ്ങനെ തോന്നിപ്പോകും, അള്ളാഹ് ഇപ്പൊ ഒരാൾ ചോദിച്ചിരിക്കുക, ഒരാൾ വ്യഭിചരിച്ചു, ഒരാൾ ചോദിക്കുകയാണ്, അത് അള്ളാഹ് തീരുമാനിച്ചതല്ലേ, അള്ളാഹിന്റെ ഖദ്റല്ലേ, പിന്നെ ഞാനെങ്ങനെ ആക്ഷേപിക്കപ്പെടും, പിന്നെ എങ്ങനെ എനിക്ക് ശിക്ഷ നടപ്പാക്കപ്പെടും? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം, നിലപാട് രണ്ട് കാര്യത്തിലാണ് ഖദ്റിനെ തെളിവായി ഏറ്റെടുക്കുക. അത് അള്ളാന്റെ ഖദറാണ്, അള്ളാന്റെ ഖദറാന്ന് പറയുന്നു. അത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് ഫിൽ മസാഇബി, നമുക്ക് ബാധിച്ച എന്തെങ്കിലും അപകടം, മുസീബത്ത്. എന്തെങ്കിലും മുസീബത്ത് വെച്ച് എന്തറിയാം? ഖദ്ദർ അല്ലാഹ്, അള്ളാന്റെ ഖദറാണ് അല്ലെ. എന്തെങ്കിലും അപകടം സംഭവിച്ചു, സംഭവിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവിച്ചു, മുസീബത്ത് സംഭവിച്ചു, നമ്മളെന്ത് പറയും? ഖദ്ദർ അള്ളാന്റെ ഖദറാണ്. അപ്പൊ മുസീബത്തുകൾ എന്ത് ചെയ്യാം? നമുക്ക് ഖദറിനെ തെളിവായിട്ട് എടുക്കാം. രണ്ടാമത്തത്, നമ്മൾ ചെയ്തു പോയൊരു പാപം, ഒരു തെറ്റ്, ഒരു ഹറാം, അതിൽ നിന്ന് നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്തൊരു പാപത്തിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? പിന്നീട് പറയുമ്പോൾ അള്ളാന്റെ ഖദർ, ഞാനത് ചെയ്തു, ഞാനത് തൗബ ചെയ്ത് മാറിയിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയാം. ഈ രണ്ട് സന്ദർഭത്തിലാണ് ഖദറിനെ തെളിവായിട്ട് പറയാൻ പറ്റും. അതിന് ഈ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആദം നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ഒരു സംസാരം, അവർ പരസ്പരമുള്ളൊരു സംസാരം. ഫഖാല ലഹു മൂസാ നബി അലൈഹിസ്സലാം കുറച്ച് ദേഷ്യത്തിൽ ആദം നബി അലൈഹിസ്സലാമോട് ചോദിച്ചു, അൻത ആദം അല്ലദീ അഗ്വൈത അന്നാസ, നീയല്ലേ ആദം, നീയാണ് ജനങ്ങളെ മുഴുവൻ തെറ്റിച്ചത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ, അത് നിന്റെ കാരണത്താലാണ്. വഅഖ്റജ്തഹും മിനൽ ജന്നതി ഇലൽ അർദ്, മൂസാ നബി അലൈഹിസ്സലാം ദേഷ്യത്തോടെ പറയാൻ, നീയാണ് സ്വർഗത്തിൽ നിന്നും ജനങ്ങളൊക്കെ നരകത്തിലേക്ക്, ഭൂമിയിലേക്ക് പുറത്താക്കിയത്. വഖാല ലഹു ആദം, അപ്പം ആദം നബി അലൈഹിസ്സലാം തിരിച്ചു ചോദിച്ചു, അൻത മൂസ അല്ലദീ അഅതാക അല്ലാഹു ഇൽമ കുല്ലി ഷൈഇൻ വസ്തഫാക അലൻ നാസ് ബിരിസാലതി, അല്ലാഹു എല്ലാ ഇൽമും നൽകിയ മൂസയാണ് നീ. അവൾ തന്നെ അള്ളാഹു ബനൂ ഇസ്രായേലിൽ നിന്നും പ്രവാചകനായിട്ട് നിന്ന് തിരഞ്ഞെടുത്തു. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ, അള്ളാഹു എന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഖാല, അപ്പം ആദം നബി അലൈഹിസ്സലാം പറയാൻ, അതലൂമുനി അലാ അംരിൻ കാന ഖദ് കുതിബ അലയ്യ അൻ അഫ്അല മിൻ ഖബ്ലി അൻ അഖ്ലുഖ്, ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ്, ബുഖാരിയുടെ റിവായത്തിലുണ്ട് 40 വർഷം, ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു തീരുമാനിച്ചൊരു കാര്യത്തിൽ നീ എന്നെ ആക്ഷേപിക്കുകയാണോ? ആണ് ആദം നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ ഖദറിനെയാണ് വിളിക്കുന്നത്. ഞാൻ ആ തെറ്റ് ചെയ്തതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും എന്താണ്? അള്ളാഹുവിന്റെ ഖദറാണ്. അപ്പം ഈ സംഭവം ഉണ്ടല്ലോ, ഈ സഹീഹ ഹദീസാണ്. ഈ ഹദീസ് വെച്ചിട്ടാണ് എന്ത് പറയാ? ജബരിയാക്കള് ഒരു തെറ്റ് ചെയ്താൽ അത് അള്ളാഹിന്റെ ഖദറില്ലേ എന്ന് പറയും. അപ്പൊ ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തിട്ടുണ്ട്, തൗബ ചെയ്ത് അള്ളാഹു ആ തൗബ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഖദറിനെ കൊണ്ട് തെളിവെടുക്കുമ്പോൾ രണ്ട് കാര്യത്തിൽ, ഒന്ന് നമുക്ക് വന്ന മുസീബത്തിലും, രണ്ട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയ പാപങ്ങളിലും. ഈ രണ്ട് കാര്യത്തിൽ മാത്രം എന്താകാൻ പാടുള്ളൂ? ഖദറിനെ തെളിവായി പറയാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റ്, നമ്മൾ ചെയ്ത ഒരു തെറ്റ്, ചെയ്യാൻ പോകുന്ന ഒരു തെറ്റ്, അതിനൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല? ഖദറിലേക്ക് തെളിവായി പറയാൻ പാടില്ല. അത് ജബരിയാക്കളുടെ വാദമാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വാദം അല്ല. ഇടയിലൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ ആ വിഷയം. ആദം നബി അലൈഹിസ്സലാം ആ പഴം ഭക്ഷിച്ചു. അപ്പൊ അള്ളാഹ് ചോദിക്കാണ്, വനാദാഹുമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ടാൾക്കാരെയും വിളിച്ചു. വനാദാഹുമ റബ്ബുഹുമ അലം അൻഹകുമ അൻ തിൽകുമ അശ്ശജറ, ആദമിനെയും ഹവ്വാനെയും അല്ലാഹു വിളിച്ചു. അല്ലാഹു പറഞ്ഞു,
ആ മരത്തിൽ നിന്നും ഞാൻ നിങ്ങളെ നിരോധിച്ചിട്ടില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന്? അള്ളാഹ് പറയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ശൈത്താന്റെ കെണിയിൽപ്പെട്ടു ആദം നബി അലൈഹിസ്സലാം. അപ്പൊ അള്ളാഹ് പറയാണ്, ഞാൻ നിങ്ങളോട് ആ മരത്തിനടുക്കൽ പോകാൻ പാടില്ല എന്ന് നിരോധിച്ചില്ലേ? ഞാൻ നിങ്ങളോട് രണ്ടാൾക്കാരോടും പറഞ്ഞില്ലേ ശൈത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന്? ഖാല, അപ്പൊ ആദം അവളെ തന്നെ ഹവ്വ രണ്ടാൾക്കാർ പറയും, റബ്ബന ളലംന അൻഫുസന, അല്ലാഹുവേ നമ്മൾ സ്വശരീരത്തോട് ദുൽമ് കാണിച്ചിരിക്കുന്നു, അക്രമം കാണിച്ചിരിക്കുന്നു. വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഏറ്റവും നല്ല ദുആ, റബ്ബന ളലംന അൻഫുസന, അല്ലാഹുവേ നമ്മളിതാ സ്വശരീരത്തോട് അക്രമം കാണിച്ചിരിക്കുന്നു. വഇല്ലം തഗ്ഫിർ ലന വതർഹംന, നീ നമുക്ക് പാപമോചനം നൽകിയിട്ടില്ലെങ്കിൽ, നമ്മുടെ പാപങ്ങൾ നീ മാപ്പാക്കിയിട്ടില്ലെങ്കിൽ, വതർഹംന നമ്മളോട് നീ കരുണ കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലാഹുവേ ലനകൂനന്ന മിനൽ ഖാസിരീൻ നമ്മൾ നശിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടു. ആദം നബി അലൈഹിസ്സലാം ഹവ്വാവും ദുആ ചെയ്തു. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അല്ലാഹ് പറയാണ്, ആ സംഭവം വിശദീകരിച്ച് അല്ലാഹ് പറയാണ്, ഫതലഖാ ആദമു മിർ റബ്ബിഹി, അല്ലാഹുവിൽ നിന്നും ആദം നബി അലൈഹിസ്സലാം ഒരു കലിമത്ത് മനസ്സിലാക്കി. ആ കലിമത്താണ് ദുആ, റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മൾ അർത്ഥറിഞ്ഞ് ചെല്ലേണ്ട ദുആണ്. അല്ലാഹുവേ, പല ജീവിത സാഹചര്യത്തിലുള്ളവരാണ് നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാല ജീവിതത്തിൽ പലതും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞ് അല്ലാഹു ദുആ ചെയ്യണം, അല്ലാഹുവേ റബ്ബന, അല്ലാഹുവേ ളലംന അൻഫുസന, അല്ലാഹുവേ ചെയ്യാൻ പാടുള്ളത് എന്തൊക്കെയോ ചെയ്തു. ഫഇല്ലം തഗ്ഫിർ ലന വതർഹംന, നീ എന്നോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, നീ എനിക്ക് മാപ്പാക്കി തന്നിട്ടില്ലെങ്കിൽ, ലഅകൂനന്ന മിനൽ ഖാസിരീൻ, അല്ലാഹുവേ നാളെ ആഖിറത്തിൽ നഷ്ടവാളുടെ കൂട്ടത്തിൽ നാം പെടും. അങ്ങ് മനസ്സറിനുള്ള ദുആ ഉണ്ടല്ലോ, ഫതലഖാ ആദം മിർ റബ്ബിഹി കലിമാത്തിൻ, ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചെയ്ത ദുആണത്. അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചതാണ് ഖുർആനിൽ. പറയാണ് ഫതാബ അലൈഹി, ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആദമിന്റെയും ഹവ്വാന്റെയും തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം, അല്ലാഹു അടിമയോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ്. അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, അല്ലാഹുവിന്റെ കരുണ, റഹ്മത്ത്. സൃഷ്ടിച്ച അന്ന് ഇബ്ലീസിനെ സംബന്ധിച്ച് അല്ലാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്ലെ? ഇബ്ലീസ് ആരാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇബ്ലീസിന് ശത്രുവാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവനെ സൂക്ഷിക്കാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ടും ആദം എന്ത് ചെയ്തു? തെറ്റെയ്തു. ആ ദേഷ്യമൊന്നും തീർത്തില്ല, തെറ്റെയ്തു. എന്നിട്ട് അത് പിന്നെ ഉണർത്തി. ഞാൻ പറഞ്ഞില്ലേ പിശാചിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ ശത്രുവാണെന്ന്, ഈ മരത്തിനോട് അടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ദ്വാ ചെയ്യിപ്പിച്ചു. അല്ലാഹു തൗബ സ്വീകരിച്ചു. എന്നിട്ട് അല്ലാഹ് ആയത്ത് അവസാനിപ്പിക്കുന്ന, ആ സംഭവങ്ങളൊക്കെ പറഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നഹു ഹുവ അത്തവ്വാബുർ റഹീം. എന്തിനറിയോ? നമ്മളോടാണ് പറയുന്നത്. അടിമകളെ, എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത്. എന്ത് സംഭവിച്ചാലും അള്ളാഹിലേക്ക് തിരിയാം, അള്ളാഹു എന്തെയും സ്വീകരിക്കും. നമ്മളെ പോലെയല്ല, മനുഷ്യന്മാരെ പോലെയല്ല. നമ്മളെന്ത് പറയും? കുറെ പ്രാവശ്യം പറഞ്ഞില്ലേ എന്നോട് പോണ്ട, നീ എന്തിനു പോയിക്കോ, ഞാൻ നോക്കൂല, വിട്. മനുഷ്യരങ്ങനെ. പക്ഷെ അള്ളാഹു എന്തല്ല, അങ്ങനെ എല്ലാം എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് പ്രിയമുള്ളവരെ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അള്ളാഹുവിലേക്ക് തിരിയുക. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അടിമക്ക് അള്ളാഹു എന്നും മതിയായവനാണ് എന്നാണ് ഈ ഖുർആന്റെ ചരിത്രത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു തൗബ സ്വീകരിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, ثم اجتباه ربه فتاب عليه وهدى. തൗബ സ്വീകരിച്ചു. ثم اجتباه, അള്ളാഹു ആദമിനെയും ഹവ്വാനെയും അള്ളാഹു സ്വീകരിച്ചു. സ്വീകരിച്ചു, നബിയായിട്ട് അള്ളാഹു സ്വീകരിച്ചു. ഫതാബ അലൈഹി, അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു. വഹദ, രണ്ടാൾക്കാരും അള്ളാഹു ഹിദായത്തിലാക്കി. കഴിഞ്ഞു. ആ തെറ്റ് എടുത്ത് പറയുന്നതിനാണ്, നമുക്ക് മുന്നറിയിപ്പായിട്ട് അള്ളാഹു പറയുന്നേ ഉള്ളൂ. അള്ളാഹു എന്ത് ചെയ്തു? ആ തെറ്റ് മാപ്പാക്കി കൊടുത്ത് അള്ളാഹു സ്വീകരിച്ചു, ഹിദായത്ത് കൊടുത്തു.
പക്ഷെ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം ആരംഭിക്കുക. അല്ലാഹു എന്ത് ചെയ്തു? ഖാല തആല ഖാല ഹ്ബിതാ മിൻഹാ ജമീഅ. ദാ രണ്ടാൾക്കാരോട്, രണ്ടാളെന്ത് ചെയ്യുക? ഭൂമിയിലേക്ക് പോവുക. പരീക്ഷണം തുടങ്ങാണ് ജീവിതത്തിൽ. ഖാല ഹ്ബിതാ മിൻഹാ ജമീഅ, രണ്ട് കൂട്ടരും ഭൂമിയിലേക്ക് പോയിക്കും. ബഅദുകും ലിബഅദിൻ അദു. ആരൊക്കെയാണ് രണ്ട് കൂട്ടം? ആദം അല്ല, ആദമും മക്കളും ഇബ്ലീസും മക്കളും. രണ്ടാൾക്കാരെയും വന്ന ഭൂമിയിലേക്ക് ഇട്ടു. എന്തിന്? ഇതിനങ്ങോട്ട് പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. ഖാല ഹ്ബിതാ മിൻഹാ ജമീഅ. അതാ രണ്ടാൾക്കാരും ഭൂമിയിലേക്ക് പോയിക്കോ. ആദമിന്റെ മക്കളും ആദമും, ഇബ്ലീസും ഇബ്ലീസിന്റെ മക്കളും ശൈത്താന്മാരും. ബഅദുകും ലിബഅദിൻ അദു. അപ്പോഴും ആദം നബി അലൈഹിസ്സലാം അല്ലാഹു പറഞ്ഞു, ബഅദുകും ലിബഅദിൻ അദു, നിങ്ങളുടെ ശത്രുവാണ് പിശാചും അവന്റെ കുട്ടികളും. ബഅദുകും ലിബഅദിൻ അദു ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ. എന്ത് ചെയ്യണം? ആ ഭൂമിയിൽ എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ ഹുദ നിങ്ങളിലേക്ക് വരും, അഥവാ എൻ്റെ പ്രവാചകന്മാർ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. എൻ്റെ പ്രവാചകന്മാർ വരും, മുർസലീങ്ങൾ വരും, എൻ്റെ ഭാഗത്തു നിന്നും കിതാബുകളും നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഫമനിത്തബഅ ഹുദായ, എൻ്റെ ആ ഹുദയെ ആരാണോ പിൻപറ്റുന്നത്, ഹുദ പ്രവാചകന്മാര്, മുർസലീങ്ങള്, കിതാബുകള്, അതിനാരാണോ പിൻപറ്റുന്നത്, ഫലാ യദില്ലു, ദുനിയാവിൽ അവൻ വഴിതെറ്റി പോവുകയില്ല, വലാ യഷ്ഖ, ആഖിറത്തിൽ പരാജയപ്പെടുകയുമില്ല. വളരെ വ്യക്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ആ ചരിത്രത്തിൽ പഠിപ്പിക്കണം. ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിലൂടെ ആഖിറത്തിൽ നിന്നും ദുനിയാവിലെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ആ ഹിക്മത്ത് അല്ലാഹു പറയാണ്. ആദമിനെയും മക്കളെയും അതുപോലെ തന്നെ ഇബ്ലീസിനെയും മക്കളെയും ഭൂമിയിലേക്ക് അയച്ചു. രണ്ടാൾക്കാരും ശത്രുക്കളാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇനി എൻ്റെ ഭാഗത്തു നിന്ന് പ്രവാചകന്മാരും കിതാബുകളും മുർസലീങ്ങളും വരും. ആരാണോ അവരെ പിൻപറ്റുന്നത്, ഫലാ യദില്ലു വലാ യഷ്ഖ, ദുനിയാവിൽ അവൻ വഴിപിഴക്കുകയില്ല, ആഖിറത്തിൽ അവൻ പരാജയപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യം ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കണം. നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതും അള്ളാഹു പരീക്ഷിച്ചതും പിശാചിന്റെ പ്രേരണയിൽ പരാജയപ്പെടുന്നതും പിന്നെ അള്ളാഹ് മാപ്പാക്കി കൊടുക്കുന്നതും അള്ളാഹു സ്വീകരിക്കുന്നതും പിന്നെ പരീക്ഷണത്തിന് വേണ്ടി ഭൂമിയിലേക്ക് നിയോഗിക്കുന്നതും, അതാണ് ഇപ്പം നടന്നിങ്ങനെ കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഖുർആനും ഹദീസും ഉണ്ടാവും, ഹക്കിന്റെ ഭാഗം ഉണ്ടാവും, മറുഭാഗത്ത് പിശാചും അവന്റെ ദുർമന്ത്രവാദങ്ങളും അവന്റെ വലയവും മറുഭാഗത്തുണ്ടാവും. ആരാണോ ഫമനിത്തബഅ ഹുദായ, ഖുർആനെയും ഹദീസിനെയും അതിന്റെ മാർഗത്തിൽ പോകുന്നോ, ഫലാ യദില്ലു വലാ യഷ്ഖ, ഇവിടെ പോയാലോ ആഖിറത്തിലും നഷ്ടം, ദുനിയാവിലും നഷ്ടം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യ ഹവ്വാനെ സംബന്ധിച്ച് പറഞ്ഞു. നമ്മുടെ ഉമ്മ ഹവ്വ, അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. സൂറത്തുൽ നിസാഇന്റെ ആദ്യത്തെ ആയത്ത്. മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എങ്ങനെയുള്ള അള്ളാഹുവാൻ? ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരു നഫ്സിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചു, ആദമിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹ, ആ ആദമിൽ നിന്നും അള്ളാഹു ആദമിന്റെ ഇണയെയും സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അവർ രണ്ടാൾക്കാരിൽ നിന്നും ആണും പെണ്ണുമായിട്ട് അവന്റെ സന്താന പരമ്പരയെ അള്ളാഹു വികസിപ്പിച്ചു ഭൂമിയിൽ. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ആയത്ത് അവസാനിച്ചു. അപ്പം ആദമിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വ ബീവിയെ സൃഷ്ടിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തൗസൂ ബിന്നിസാഇ ഖൈറ, നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സൂചിപ്പിച്ചൊരു ഭാഗമാണ്, വസ്തൗസൂ ബിന്നിസാഇ ഖൈറ, നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറണം. ഭാര്യമാരോട്, നിങ്ങൾക്ക് കീഴിലുള്ള സ്ത്രീകളോട്. കാരണം ഫഇന്നഹുന്ന ഖുലിഖ്ന മിൻ ദിലഇൻ, അവർ സൃഷ്ടിക്കപ്പെട്ടത് വാരിയല്ലിൽ നിന്നാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയല്ലിൽ നിന്നാണ് ഹവ്വാഇനെ അല്ലാഹു സൃഷ്ടിച്ചത്. വഇന്ന അഅവജ ശൈഇൻ ഫിൽ ദിലഇ അഅലാഹു, ആ വാരിയല്ലിൽ അതിൽ ഏറ്റവും വളഞ്ഞ ഭാഗം അതിന്റെ മുകൾ ഭാഗമാണ്, അറ്റഭാഗമാണ്.
അപ്പം പെണ്ണിന്റെ സൃഷ്ടിപ്പിനാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. പെണ്ണ് എപ്പോഴും എന്താണ്? വളഞ്ഞിട്ടാണ്. ഫഇൻ ദഹബ്ത തുഖീമുഹു കസർതഹു, ആ വളവിനെ പൂർണ്ണമായിട്ട് നീ നേരെയാക്കാൻ പോയാൽ കസർതഹു, എന്ത് ചെയ്യും? നീ അതിനെ പൊട്ടിക്കും. റസൂൽ വിശദീകരിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ തലാഖാവും. വഇൻ തറക്തഹു ലം യസൽ അഅവജ്, പ്രത്യേകം ശ്രദ്ധിച്ചു ആണുങ്ങൾ. വഇൻ തറക്തഹു, നീ അങ്ങനെ വിട്ടാലോ അത് പിന്നെയും വളർന്നുകൊണ്ടേയിരിക്കും. പെണ്ണിനെ കൊണ്ടുപോകാൻ പഠിപ്പിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ ആക്കിയാൽ പൊട്ടും, തലാഖാവും. നല്ലോണം നേരെയാക്കിയാൽ. നല്ലോണം പാടങ്ങ് വിട്ടാലോ അത് ഫലം യസൽ അഅവജ്, അതെന്ത് ചെയ്യും? വളർന്നുകൊണ്ടേയിരിക്കും. ഫസ്തൗസു ബിന്നിസാഇ ഖൈറാ, പിന്നെ റസൂൽ ആവർത്തിച്ചു പെണ്ണുങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ സൂചിപ്പിച്ചത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. പെണ്ണ് വാരിയെല്ലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവളാണ്. എപ്പം ഒരു വളവുണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അത്രയും കർശനാക്കാൻ പാടില്ല, കഠിനമായ സ്വഭാവം കാണിക്കാൻ പാടില്ല. മാന്യമായി നല്ല സ്വഭാവത്തോടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുക, നല്ല സ്വഭാവത്തോടെ ചേർത്ത് പിടിക്കുക, അവർ നന്നാവും. കർശന സ്വഭാവം, കഠിന സ്വഭാവം കാണിച്ച് നേരാക്കാൻ പോയാൽ കസർത്തഹു, ത്വലാഖായി വേർപിരിയേണ്ടി വരും. ഇനി ഒന്നുമില്ലാതെ അങ്ങ് വിട്ടാലോ, അവർ അവരുടെ പാട്ടിന് വിട്ടാൽ വളഞ്ഞുകൊണ്ടേയിരിക്കും, നേരെയാവില്ല. ഫസ്തൗസു ബിന്നിസാഇ ഖൈറ, നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? കണ്ടും ക്ഷമിച്ചും സഹിച്ചും മനസ്സിലാക്കിയും കൂടെ ചേർത്ത് നിർത്തേണ്ടവരാണ് പെണ്ണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് പെണ്ണിന്റെ സ്വഭാവത്തെ പരിചയപ്പെടുത്തുക. വിവാഹം കഴിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. വിവാഹം കഴിക്കാതെ കാര്യം ഉൾക്കൊണ്ടിട്ട് വേണം പുതിയ ജീവിതത്തിലേക്ക് കിടക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നബി അലൈഹിസ്സലാമിന്റെ മക്കളും അവിടുന്ന് അങ്ങോട്ട് മക്കൾ ഇദ്രീസ് ഷീസ് നബി അലൈഹിസ്സലാം, അവിടുന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നല്ല അവഗാഹം നൽകി ഇൽമ് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് പൂർണ്ണമായും ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.